ഹലോ ഫ്രണ്ട്സ്, അച്ചീവർ സ്റ്റഡി വ്ളോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഞ്ചവത്സര പദ്ധതികൾ വളരെ വേഗത്തിൽ നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാലോ. 1951 മുതൽ 2017 വരെയുള്ള കാലയളവിൽ രാജ്യത്തിന്റെ ഉന്നമനം ലക്ഷ്യം വെച്ച് രൂപം കൊണ്ട 12 പഞ്ചവത്സര പദ്ധതികളിൽ ആദ്യത്തെ പദ്ധതി 1951നും 1956നും ഇടയിലായി കൃഷി, ജലസേചനം, വൈദ്യുതീകരണം, അഭയാർത്ഥികളുടെ പുനരധിവാസം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് രൂപം കൊണ്ടു. കാർഷിക പദ്ധതി അല്ലെങ്കിൽ ഹാരോഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന ഈ പദ്ധതിക്കും തുടർന്നുള്ള 3 പഞ്ചവത്സര പദ്ധതി സമയത്തും ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി. 1956 മുതൽ 61 കാലത്തിനിടയിൽ രൂപം കൊണ്ട രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി വ്യവസായവൽക്കരണത്തിനും ഗതാഗത വികസനത്തിനും പ്രാധാന്യം നൽകുകയും മഹലനോബിസ് മാതൃകാ പദ്ധതി എന്ന പേരിലും അറിയപ്പെടുകയും ചെയ്തു. 1961നും 66നും ഇടയിലായി തുടർന്നു വന്ന മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്ക് പ്രാധാന്യം നൽകി. എന്നാൽ 1962ലെ ഇന്ത്യ ചൈന യുദ്ധവും തുടർന്നുള്ള അടിയന്തരാവസ്ഥയും 1964 മെയ് മാസത്തിൽ നെഹ്റുവിന്റെ അപ്രതീക്ഷിത മരണവും 1965ലെ ഇന്ത്യ പാക് യുദ്ധവും ശേഷം പ്രധാനമന്ത്രിയായി വന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണവും മൂന്നാം പഞ്ചവത്സര പദ്ധതി തകർച്ചയുടെ പടുകുഴിയിലേക്ക് എറിയപ്പെട്ടു. മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം തുടർന്നുള്ള 3 വർഷം 1966 മുതൽ 69 വരെ ഇന്ത്യയിൽ ഒരു പദ്ധതിയും നടത്തപ്പെട്ടിരുന്നില്ല. പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെട്ടിരുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയായിരുന്നു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. തുടർന്ന് 1969 മുതൽ 74 വരെ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നാലാം പഞ്ചവത്സര പദ്ധതി സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം നേടിയെടുക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് അവതരിപ്പിച്ചു. ഗാഡ്ഗിൽ മോഡൽ പദ്ധതി എന്നറിയപ്പെടുന്ന ഈ പദ്ധതിക്കാലത്ത് ബാങ്ക് ദേശസാൽക്കരണവും ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിപ്പോന്നു. തുടർന്ന് 1974-79 വർഷക്കാലയളവിൽ അഞ്ചാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്വയം പര്യാപ്തത എന്നീ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് അവതരിപ്പിച്ചു. എന്നാൽ 1975-ലുണ്ടായ ഇന്ത്യയിലെ മൂന്നാം ദേശീയ അടിയന്തരാവസ്ഥയും തുടർന്നുള്ള രാഷ്ട്രീയ മാറ്റവും അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിനെ സാരമായി ബാധിച്ചു. മൂന്നാമത്തെ ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനതാ ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് മൊറാർജി ദേശായി പ്രൈം മിനിസ്റ്റർ ആവുകയും അഞ്ചാം പഞ്ചവത്സര പദ്ധതി അവസാനിപ്പിക്കുകയും റോളിംഗ് പ്ലാൻ അല്ലെങ്കിൽ ഉരുൾ പദ്ധതി ആറാം പദ്ധതിയായി കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ പരാജയമായിരുന്ന ഈ സർക്കാരിന് ശേഷം ചരൺ സിംഗും ഒടുവിൽ ഇന്ദിരാഗാന്ധിയും പ്രൈം മിനിസ്റ്ററായി അധികാരത്തിൽ വന്നു. ഇത്തരത്തിൽ കാലാവധിക്ക് മുൻപേ അവസാനിപ്പിച്ച പദ്ധതി എന്നും അഞ്ചാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നു. തുടർന്ന് 1980-85 വർഷങ്ങളിൽ ആറാം പഞ്ചവത്സര പദ്ധതി അവതരിപ്പിച്ചു. 2 തവണ അവതരിപ്പിക്കപ്പെട്ട ഏക പദ്ധതിയും ആറാം പഞ്ചവത്സര പദ്ധതിയാണ്. ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക, നിലവിലെ സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവ പ്രധാന ലക്ഷ്യമാക്കിയ ഈ പദ്ധതി ഉദാരവൽക്കരണത്തിന് തുടക്കം കുറിക്കുകയും നെഹ്റുവിന്റെയും സോഷ്യലിസത്തിന്റെയും അവസാനമെന്ന് അറിയപ്പെടുകയും ചെയ്തു. 1984-ൽ ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് 48ാമത്തെ വയസ്സിൽ രാജീവ് ഗാന്ധി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആവുകയും 1985-90 കാലയളവിൽ നീണ്ടുനിൽക്കുന്ന 7ാം പഞ്ചവത്സര പദ്ധതി അവതരിപ്പിക്കുകയും ചെയ്തു. വിവരസാങ്കേതിക വിദ്യയിൽ വിപ്ലവകരമായ മുന്നേറ്റം നടത്തിയതിനാൽ രാജീവ് ഗാന്ധി വിവരസാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രൈം മിനിസ്റ്ററായി. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ, ഭക്ഷ്യധാന്യ ഉൽപാദന വർധനവ്, ആധുനികവൽക്കരണം, സ്വയം പര്യാപ്തത, സാമൂഹിക നീതി, ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഊന്നിയുള്ള വ്യാവസായിക വളർച്ച എന്നിവ ലക്ഷ്യമാക്കി പ്രവർത്തിച്ച ഈ പദ്ധതി വഴിയാണ് ആദ്യമായിട്ട് ഇന്ത്യ സാമ്പത്തിക വളർച്ച 6%-ലെത്തുന്നത്. 1991-ൽ രാജീവ് ഗാന്ധിയുടെ മരണവും തുടർന്ന് VP സിംഗും ചന്ദ്രശേഖർ ഗവൺമെന്റ് അധികാരത്തിൽ വരികയും വാർഷിക പദ്ധതികളാണ് നടത്തപ്പെട്ടത്. ശേഷം 1992-97 കാലയളവിൽ 8ാം പഞ്ചവത്സര പദ്ധതി PV നരസിംഹറാവുവിന്റെ നേതൃത്വം അവതരിപ്പിച്ചു. ഡോക്ടർ മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയായിരുന്ന ഈ പദ്ധതിക്കാലം റാവു മൻമോഹൻ മാതൃക എന്നും അറിയപ്പെടുന്നു. മാനവിക വികസനം, വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം എന്നിവ ലക്ഷ്യമാക്കി പ്രവർത്തിച്ച ഈ പദ്ധതിക്ക് ശേഷം 1997-2002 കാലയളവിൽ 9ാമത്തെ പഞ്ചവത്സര പദ്ധതി അവതരിപ്പിക്കപ്പെട്ടു. സാമൂഹിക നീതിയിലും തുല്യതയിലും അധിഷ്ഠിതമായിട്ടുള്ള വികസനം, സ്ത്രീ ശാക്തീകരണം, ഗ്രാമീണ വികേന്ദ്രീകൃത സൂത്രണം ലക്ഷ്യമാക്കിയ ഈ പദ്ധതിക്ക് ശേഷം 2002-2007 കാലയളവിൽ കേരള മോഡൽ വികസന പദ്ധതിയായ 10ാം പഞ്ചവത്സര പദ്ധതി വിദ്യാഭ്യാസം, തൊഴിൽ, വേതനം എന്നിവയിലെ ലിംഗവിവേചനം കുറയ്ക്കുക, മാതൃശിശുമരണ നിരക്ക് കുറയ്ക്കുക, സാക്ഷരതാ നിലവാരം ഉയർത്തുക, ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക, ജലസ്രോതസ്സുകൾ നവീകരിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ നടപ്പിലാക്കിയ ഈ പദ്ധതിക്കാലത്തെ തുടക്കകാലത്ത് വാജ്പേയിയും അവസാന സമയത്ത് ഡോക്ടർ മൻമോഹൻ സിംഗും പ്രൈം മിനിസ്റ്ററായി അധികാരത്തിലിരുന്നു. ശേഷം 2007-12 വരെ 11ാം പഞ്ചവത്സര പദ്ധതി മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ സമഗ്രതല സ്പർശിയായ വികസനം എന്ന ലക്ഷ്യമാക്കി രൂപം കൊണ്ടു. ആദ്യമായി 8% സാമ്പത്തിക വളർച്ച ഉണ്ടായ ഈ പദ്ധതിക്ക് ശേഷം 2012 മുതൽ 17 കാലയളവിലേക്കായി മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ സുസ്ഥിര വികസനം മുന്നിൽ കണ്ട് 12ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. എന്നാൽ 2014-ൽ മൻമോഹൻ സിംഗിന്റെ ഭരണകാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ശ്രീ നരേന്ദ്രമോദി
ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായി വരികയും പഞ്ചവത്സര പദ്ധതികൾ അവസാനിപ്പിച്ച് നീതി ആയോഗ് എന്ന പുതിയ പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തു. 12 പദ്ധതികളിലായി നടത്തപ്പെട്ട പഞ്ചവത്സര പദ്ധതികളെപ്പറ്റി കൂടുതൽ അറിയാനും പഠിക്കാനും വിശദമായ വീഡിയോ ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.